നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തെങ്ങുംതോപ്പിലെ പണിക്കാരനായ സുദേവന്റെ മകൾക്ക് കൃത്യമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത നിനക്ക് ഈ കുടുംബത്തില് നീ കാണുന്ന ഒരേ ഒരു യോഗ്യതയുള്ളൂ. എന്റെ മകൻ നിന്റെ കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത് ഈ താലി. മിത്രയുടെ കഴുത്തില് അന്ന് അവൻ കെട്ടുന്നതിനു പകരം ഏത് വൃത്തികെട്ടവളുടെ കഴുത്തിലും അവനന്ന് കെട്ടുമായിരുന്നു. ഓ, അല്ലാതെ നിന്നെ കണ്ടു മോഹിച്ചിട്ടോ നിന്റെ സ്വഭാവം കണ്ട് ഇഷ്ടം തോന്നിട്ടോ ഒന്നല്ല. ഓ, നീ എപ്പോഴും പറയുമല്ലോ പെണ്ണിന്റെ അന്തസ്സിനെ കുറിച്ച്, കുടുംബത്തിൽ പറഞ്ഞ പെണ്ണിനെ കുറിച്ച്. അങ്ങനെ ഒരുത്തി ആയിരുന്നെങ്കിൽ കെട്ടിയ നിമിഷം ആ താലി നീ അങ്ങ് വലിച്ചു പൊട്ടിക്കുമായിരുന്നു. വിവാഹ മണ്ഡപത്തിൽ വെച്ച് നിന്നോട് ആവശ്യപ്പെട്ടോ ഞാൻ? അപ്പോ ചെയ്തോ നീ? ഇല്ല. പകരം അപ്രതീക്ഷിതമായി കഴുത്തിൽ വീണ താലി ഈ വീട്ടിലെ നടുത്തളത്തിൽ കയറാനുള്ള അധികാരമായിട്ട് നീ അങ്ങോട്ട് ഉപയോഗിച്ചു. നിനക്ക് എന്തടി വേണ്ടേ? എന്താ വേണ്ടേ? നിന്റെ ആ നാണം കൊട്ട കുടുംബത്തിന് എന്താ വേണ്ടേ? ലക്ഷങ്ങളോ അതോ കോടികളോ? നീ എത്രയാ വേണ്ടെന്ന് വെച്ചാ പറയേ, ഈ നിമിഷം ഞാനത് തരും. ഈ കുടുംബത്തിന് നാണം കെടുത്താതെ നീ ഒന്ന് ഇറങ്ങി പോവോ? എടി, സൂര്യ നിന്നെ കെയർ ചെയ്യുന്നുണ്ടെന്നും നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നും എല്ലാവരും മുമ്പിൽ നീ വരുത്തി തീർക്കാറുണ്ടല്ലോ. പക്ഷേ സത്യത്തിൽ അങ്ങനെ ഉണ്ടോ? എടി, നിന്നോട് ഒരു ഭാര്യയോട് തോന്നുന്ന സ്നേഹമുണ്ടോ? അല്ല, വേണ്ട. ഒരു പെണ്ണിനോട് പെരുമാറുന്ന ഏതേലും ഒരു രീതി അവൻ കാണിച്ചിട്ടുണ്ടോ? എന്നിട്ട് എന്തിനാടി അന്യനെ പോലെ പെരുമാറുന്ന ഒരുത്തന്റെ മുറിയിലും അന്ത്യം ഉറങ്ങാൻ ചെന്ന് കിടക്കുന്നത്? അയ്യോ, നീ എന്തോ ഭയങ്കരമായിട്ട് സഹിക്കുന്നു എന്നൊരു തോന്നലുണ്ടല്ലോ. അങ്ങനെ വരുത്തി തീർക്കുന്നുണ്ടല്ലോ മറ്റുള്ളവരുടെ മുമ്പില്. എടി, നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിന്റെ അച്ഛനല്ലാതെ വേറെ ആരെയും സ്വന്തം മകളെ ഇങ്ങനെ ഒരു കാര്യത്തിന് പറഞ്ഞു വിടൂ? അന്തസ് എന്ന് പറയുന്ന ഒരു കാര്യം രക്തത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അങ്ങേര് വന്ന് നിന്നെ കൊണ്ടുപോയേനെ. പക്ഷേ അയാളുടെ മനസ്സിൽ ആർത്തി കയറിപ്പോയി. ആർത്തി, ഈ കുടുംബത്തിലെ സമ്പത്തിന്റെ പേരിലുള്ള ആർത്തി. കരയാലടി. നാളെ ഇവിടെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്. സുഹാസിനി പൂജ. ചടങ്ങ് നടന്നു കഴിയുമ്പോ ആ മണ്ഡപത്തിന്റെ മുമ്പിൽ വെച്ച് വീടിനകത്തുള്ള ഭർത്താക്കന്മാർ ഒന്നിച്ചു നിന്ന് ഭാര്യമാർക്ക് താലി കെട്ടണം. അതാണ് ചടങ്ങ്. എനിക്കും ഇന്ദ്രജയ്ക്കും ശേഷം അതേ മണ്ഡപത്തിൽ ആ ചടങ്ങ് ചെയ്യാന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ? ഇങ്ങോട്ട് നോക്കൂടി. അന്തസ്സായി കല്യാണം കഴിച്ചവരാ ഞാനും എന്റെ മകളും. ഞങ്ങളെ കൂടെ ജീവിക്കുന്നതേ ഇവിടെ ഞങ്ങളുടെ ഭർത്താക്കന്മാരാ. അതിനൊപ്പം ഇരുന്ന് വാങ്ങിയ താലിയും കഴുത്തിലിട്ട് നിൽക്കാൻ നിനക്ക് എന്താടി യോഗ്യത? ഭാര്യയും ഭർത്താവും ഒന്നിച്ച് ചേർന്ന് നിന്ന് ചെയ്യേണ്ട ഒരു ചടങ്ങ് അന്യരായ നിങ്ങൾ രണ്ടുപേരും എങ്ങനെ നടത്തും? നാളെ നടക്കുന്ന ഈ പൂജയ്ക്കുള്ളിൽ എനിക്ക് എന്തെങ്കിലും നാണക്കേട് അനുഭവിക്കേണ്ടി വന്ന പിന്നെ കണക്കുകൾ പറയാൻ ഈ പത്മ ഉണ്ടായിന്ന് വരില്ല. നിന്നെപ്പോലെ ഒരുത്തിയെ അംഗീകരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഹത്യ ചെയ്യുന്നതാ. ഞാനതങ്ങനെ അങ്ങ് കരുതും. പിന്നെ നാളത്തെ ഈ പൂജയുടെ അന്തസ് നിനക്ക് മനസ്സിലായാലും ശരി, ഇല്ലെങ്കിലും ശരി, എനിക്കത് ഭംഗിയായിട്ട് നടത്തിയേ പറ്റൂ. മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ആ നേരത്തെ ഇവിടെ ഇല്ലാതെ ഇരിക്കാനുള്ള മര്യാദ നീ കാണിക്കണം. അതിനുള്ളത് ഈ 3 നേരം നീ ഇവിടുന്ന് തിന്നിട്ടുണ്ട്.
എന്താ വേണ്ടെന്ന് നീ അങ്ങ് തീരുമാനിച്ചു. ഡേ, എന്റെ കുടുംബത്തിൽ ഒരു ചടങ്ങ് നടക്കാം. ആ സമയത്ത് നിന്നെപ്പോലെ ഒരു വിവരം കെട്ടവളെ കാല് പിടിച്ച് യാചിക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നു എനിക്ക്. അങ്ങനെ